MSO 001 Unit 8 The Conceptual and Theoretical Issue of Power നെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഇൻട്രൊഡക്ഷനായി പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് മറ്റൊരു വ്യക്തിയുടെയോ ഒരു കൂട്ടം വ്യക്തികളുടെയോ പെരുമാറ്റത്തെ സ്വാധീനിക്കാനുള്ള കഴിവിനെയാണ് അധികാരം എന്നതുകൊണ്ട് പറയുന്നത്. ടാവിനിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെയോ വ്യക്തികളുടെയോ കൂട്ടത്തിൻ്റെയോ പെരുമാറ്റത്തെ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പരിഷ്കരിക്കുന്നത് തടയാനുമുള്ള കഴിവായി അധികാരത്തെ കുറിച്ച് പറയുന്നു. സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമൂഹ്യ ബന്ധങ്ങളിൽ അധികാരത്തിൻ്റെ കളികളുടെ അനന്തരഫലങ്ങളായി പ്രധാനമായും താല്പര്യമുള്ളതാണെന്ന് പറയുന്നു. ഈ അധികാരത്തിൻ്റെ അർത്ഥവും ആശയവും ഉപയോഗിച്ച് നമ്മൾ ആരംഭിച്ച സാമൂഹ്യ ശാസ്ത്ര രചനകളിൽ അധികാരത്തെ മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന സൈദ്ധാന്തിക സമീപനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. അധികാരത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ വിശദീകരിക്കുന്നത് 6 സാമൂഹ്യ ശാസ്ത്രജ്ഞരെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്താണ് കോൺസെപ്റ്റ് ഓഫ് പവർ? അതിനെക്കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. അധികാരം എല്ലായ്പ്പോഴും കുറഞ്ഞത് 2 അഭിനേതാക്കളുടെയും സാമൂഹ്യ ബന്ധത്തെ ഉൾക്കൊള്ളുന്നതാണെന്ന് പറയുന്നു. ഇവിടെ ഒരാളുടെ മാത്രം ഗുണമാകാൻ കഴിയില്ല. ഒരിക്കലും ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിക്കാൻ അധികാരത്തെ കഴിയില്ല. അതെന്താണ്? രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ പരിഗണിക്കുന്നു എന്ന് പറയുന്നു. ഒരു വ്യക്തിക്കോ വ്യക്തികളുടെ കൂട്ടത്തിനോ മറ്റുള്ളവരെ കൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. അധികാരം പ്രയോഗിക്കപ്പെടുന്നവർ ശക്തമായവരെ എതിർക്കുകയോ അനുസരിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ അവർ ഒരു വിധത്തിൽ ശിക്ഷിക്കപ്പെടുകയും അധികാരം എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. അതിൽ ഉദാഹരണമായി നമ്മൾ പറയുന്നത് സാമ്പത്തിക നിയന്ത്രണം വിതരണ മാർഗങ്ങളുടെ മേൽ ഉടമസ്ഥാവകാശം നിയന്ത്രണങ്ങൾ ഉള്ളവർ മാർഗങ്ങളില്ലാത്തവരേക്കാൾ ശക്തരാണ്. ഒരാളുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നതിൽ അനുമതിയുടെ ഉപയോഗം അധികാരത്തിന്റെ ഒരു പ്രധാന ഘടകമായി മാറുന്നു. ഈ കാരണത്താലാണ് അധികാരം സ്വാധീനത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നാണ് പറയുന്നത്. അധികാരം ഒരു കൂട്ടായ സൗകര്യമായി സങ്കല്പിക്കപ്പെടുന്നു. ഈ സമീപനം ടാൽകോട്ട് പാഴ്സണിൽ നിന്ന് കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലൂടെ ഇതിനെ നോക്കിക്കണ്ടു എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ 2 ചോദ്യങ്ങളാണ് വരുന്നത്. ചിലർ അധികാരം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല? തുടക്കത്തിൽ തന്നെ ഒരാൾ ശാരീരിക ശക്തിയുടെയും അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. ശക്തനായ വ്യക്തി അധികാരം പ്രയോഗിക്കുകയും അതിനെ ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. അതേസമയം ദുർബലനായ വ്യക്തി അധികാരം പ്രയോഗിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. വിഭാഗങ്ങളുടെ സമത്വം അധികാരം അസമത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തി മറ്റൊരാൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള സാധ്യത മാത്രമാണെന്ന് അധികാരത്തെക്കുറിച്ച് പറയപ്പെടുന്നു. ഭാവനേട്ടങ്ങളുടെ യുക്തിസഹമായ കണക്കുകൂട്ടലുകൾ മറ്റു വിധത്തിൽ ചെയ്യാനുള്ള ഊർജ്ജക്കുറവ്, വിശ്വാസ്യത അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം എന്നിവയെ അടിസ്ഥാനമാക്കിയതാണ് അനുസരണമെന്ന് പറയുന്നത്. ടെന്നിസ് സ്റ്റോൺ സമഗ്രമായി വിശദീകരിക്കുന്നു. ഒരു നടൻ ശക്തനാണെന്നും വിശ്വസിക്കപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവർ അത്തരമൊരു വിശ്വാസം പുലർത്തുന്നുണ്ടെന്ന് അയാൾക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുവാനും ഇടപെടാനും അതിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാനും അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് തീരുമാനിക്കുകയും അത് എങ്ങനെയെല്ലാം രൂപപ്പെടുത്തി എടുക്കാമെന്നുള്ളതിനുള്ള അധികാരം ഒരു നടന് ഉണ്ടെന്ന് പറയുന്നു. പലപ്പോഴും അധികാരത്തിലിരുന്ന ആളുകൾക്ക് അധികാരമില്ലാത്തവർക്ക് പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അധികാരമില്ലാത്ത ആളുകളുടെ തങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ അവർക്ക് അകറ്റി നിർത്താനും കഴിയുമെന്ന് പറയുന്നു. ഇനി പവർ ആൻഡ് അതോറിറ്റിയെ കുറിച്ച് നോക്കാം.
അധികാരത്തിന് നിയമസാധ്യതയോ ന്യായീകരണമോ ലഭിക്കുമ്പോൾ അത് അധികാരമായി മാറുന്നു. അധികാരത്തിന് സ്വമേധയുള്ള അനുസരണം ലഭിക്കുകയും ചെയ്യുന്നു. അധികാരമുള്ള വ്യക്തിക്ക് മറ്റു വ്യക്തികളുടെ മേൽ ആജ്ഞാപിക്കുകയോ നിയന്ത്രിക്കാൻ സാധിക്കുകയോ ചെയ്യുന്നു. അതിന് ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് തന്റെ കീഴ് ഉദ്യോഗസ്ഥർക്ക് ജോലികൾ ഏൽപ്പിക്കുകയും അവരിൽ ചിലരെ മറ്റൊരു നഗരത്തിലേക്ക് മാറ്റുകയും ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നു. കാരണം സർക്കാർ സംവിധാനത്തിലെ തന്റെ സ്ഥാനത്തിന്റെയും പദവിയുടെയും അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന് അത് ചെയ്യുവാൻ അധികാരമുണ്ട്. സംഘടനകളുടെ നിയമങ്ങളുടെയും വിതരണം ചെയ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ അധികാരം പ്രയോഗിക്കുന്നത് അധികാരം പ്രയോഗിക്കുന്നത് വ്യക്തിയുടെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ ഒരു വ്യക്തിക്കല്ല സ്ഥാനം, ആ വ്യക്തിക്കല്ല കൊടുക്കുന്നത്, ആ സ്ഥാനത്തിനാണ്, ആ പവറിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഔപചാരിക സംഘടനകളിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അധികാരിയെയും അനൗപചാരിക സംഘടനകളിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അധികാരിയെയും അധികാരം നടപ്പിലാക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി പവർ ആൻഡ് പ്രസ്റ്റീജിനെ കുറിച്ചാണ് പറയുന്നത്. E.A. റോസ് അധികാരത്തിന്റെ സ്ഥാനത്തിന്റെ ഉടനടി കാരണമായി പ്രതാപത്തിലേക്ക് ശ്രദ്ധ ആകർഷിച്ചു. കൂടുതൽ പ്രതാപമുള്ള വർഗത്തിനാണ് കൂടുതൽ അധികാരമുള്ളത് എന്ന് ഇവര് പറഞ്ഞു. പ്രതാപം സാധാരണയായി അധികാരത്തോടെ ഒപ്പമല്ല. അതിൽ നിന്ന് പ്രതാപത്തെ അധികാരമായി കാണുന്നില്ല എന്നും പറയുന്നു. പ്രതാപം അടിസ്ഥാനമായി മാറുന്നു. ഒരു വ്യക്തിക്ക് അധികാരമുള്ളപ്പോൾ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് പ്രതാപമായി എങ്ങനെയാണ്, അതായത് അവരുടെ പ്രതാപവുമായി ഉണ്ടാകുന്നതിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് അധികാരം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി പവർ ആൻഡ് ഇൻഫ്ലുവൻസ്, എങ്ങനെയാണ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്ന് നോക്കാം. അധികാരത്തിനും സ്വാധീനത്തിനും ഇടയിൽ അടുത്ത ബന്ധമുണ്ട്. അധികാരം പ്രേരണാത്മകമാണെന്നും അധികാരം ഉദ്ദേശിച്ച നിയന്ത്രണം ആവശ്യപ്പെടുന്നു. ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതേസമയം സ്വാധീനത്തിൽ ഉപരോധങ്ങളുടെ ഉപയോഗമോ ശിക്ഷയോ ഉൾപ്പെടുന്നില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. സ്വാധീനം അടിസ്ഥാനപരമായി അധികാരത്തോടൊപ്പമല്ല എന്നാണ് പറയുന്നത്. ഉദാഹരണമായി നമ്മൾ നോക്കുകയാണെങ്കിൽ, ന്യൂട്ടൺ സ്വാധീനമുള്ള ആളായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് അധികാരമില്ല. ഒരു പോലീസുകാരന് അധികാരമുണ്ട്, പക്ഷെ സ്വാധീനം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അധികാരവും സ്വാധീനമുള്ള വ്യക്തിയായിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. പവർ ആൻഡ് ഡൊമിനൻസ് കുറിച്ചാണ് ഇനി പറയുന്നത്. അധികാരം നിലനിൽക്കുന്നു, അത് സ്വയം പ്രകടിപ്പിക്കുന്നത് പരസ്പര ഗ്രൂപ്പുകളുടെ ബന്ധങ്ങളിലൂടെയായിരിക്കുമെന്ന് പറയുന്നു. ഔപചാരിക സംഘടനകളിൽ ആളുകൾക്ക് വഹിക്കുന്ന പദവിയുമായി ഇത് ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. ആധിപത്യം ഒരാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു മാനസിക ആശയവുമായി കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. അധികാരം സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടത് ഒരു സാമൂഹ്യ ആശയവുമായി മാറുകയും ചെയ്യുന്നു. ഇനി തിയറിറ്റിക്കൽ കൺസിഡറേഷനെ കുറിച്ചാണ് പറയുന്നത്. അധികാരത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന സൈദ്ധാന്തിക പരിഗണനകളുടെ അവയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒന്നാമതായി പറയുന്നത് ലക്ഷ്യങ്ങൾ നേടാനുള്ള അതിന്റെ കഴിവ്. ഇവിടെ അധികാരം ഒരാളുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നതിനുള്ള തന്ത്രം ഉൾക്കൊള്ളുന്ന ആധിപത്യത്തിന് തുല്യമായി കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് ഐക്യദാർഢ്യവും സൃഷ്ടിക്കാനുള്ള അതിന്റെ കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. പൊതു ലക്ഷ്യങ്ങൾ നേടുന്നതിനായി അധികാരം പ്രയോഗിക്കുന്നതിനായുള്ള തന്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ കൂട്ടായ പ്രവർത്തനം പിന്തുടരുന്നതിന്റെ വലിയ ചട്ടക്കൂടിലാണ് ഇവിടെ അധികാരം മനസ്സിലാക്കുന്നത്. ഇവ കൂടുതൽ ശ്രദ്ധ എല്ലാവരിലേക്കും എത്തിച്ചു എന്നും പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ അധികാരത്തിന്റെ സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലെ പ്രധാന പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്, ആരെല്ലാമാണ് എല്ലാമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മാക്സ് വെബർ പവർ ആൻഡ് ഡൊമിനേഷനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്.
വെബർ പറയുന്നതിനനുസരിച്ച് ഒരു പൊതു ആശയം എന്ന നിലയിൽ ശക്തി ഒരു പ്രത്യേക പ്രതിഭാസം എന്ന നിലയിൽ ആധിപത്യം എന്നതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയപ്പെടുന്നു. സാമൂഹ്യ ബന്ധത്തിൽ മറ്റൊരാൾക്കുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നടന്റെ അവസരമായാണ് അധികാരത്തെ പറയുന്നത് എന്ന് നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു. അധികാരത്തിന്റെ അളവ് പ്രയോഗിക്കുന്നതാണ് അത് അളക്കാനും സമർപ്പണത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അത് അധികാരം നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്, അതെന്താണ് അതിൻ്റെ ആ കൊടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് എങ്ങനെയാണ് അളക്കാനും അതിനെ എങ്ങനെയാണ് സ്വഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നു എല്ലാം എന്താണ് അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അധികാരത്തിന്റെ അടിസ്ഥാനമോ ഇച്ഛാശക്തിയോ അടിച്ചേൽപ്പിക്കേണ്ടതിന്റെ അടിസ്ഥാനം പ്രാധാന്യമുള്ളതല്ല എന്നും അത് ഒരിക്കലും എന്താണ് പ്രാധാന്യം അതിന് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു നടൻ ഏർപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സാധ്യതയാണ് ശക്തി എന്നും പറയുന്നു. ആകസ്മികമോ യാദൃച്ഛികമോ ആയ ആചാരങ്ങളെയാണ് മറ്റുള്ളവർക്ക് ലഭ്യമല്ലാത്ത വിവരങ്ങൾ ഉള്ളതിനാൽ വ്യക്തിക്ക് മറ്റുള്ളവരുടെ മേൽ അധികാരമുണ്ട് ഈ സാധ്യത നിർണയിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മേൽ അധികാരം കാണിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. രണ്ട് വ്യത്യസ്ത തരം ആധിപത്യങ്ങൾ ഉണ്ട് പറയുന്നത്. ആദ്യത്തെ തരത്തിലുള്ള ആധിപത്യം ഒരാൾക്ക് അനുകൂലമായി താല്പര്യങ്ങളുടെ യുക്തിസഹവും കണക്കുകൂട്ടലുടെ തന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് പറയുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള ആധിപത്യം പ്രയോഗിക്കുന്ന വ്യക്തിക്ക് താൻ ചെയ്യുന്നത് ചെയ്യാൻ അനുവദിക്കുന്നതിലൂടെ അവരുടെ താല്പര്യമാണ് ചെയ്യുന്നത് എന്ന് കീഴുദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. ചെറുകിട കമ്പനികൾ അവരുടെ സാധനങ്ങൾ ഒരു കുത്തക റിട്ടെയിൽ ഔട്ട്ലെറ്റിൽ നിൽക്കുമ്പോഴാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്ന. അവർ ചില്ലറ വ്യാപാരിയുടെ അധികാരത്തിന് സ്വയം വിധേയരാകുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു വലിയ കമ്പനികൾ എപ്പോഴും വലിയ സ്ഥാപനം തന്നെയാണ്, പക്ഷെ അവർ ചെറുകിട വ്യാപാരങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ അത് കൂടുതൽ പേരിലേക്ക് എത്താൻ, ചെറുകിട വ്യാപാര സംഘടനകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റ് വിതരണം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് വൻകിട കമ്പനികൾക്ക് നല്ലപോലെ അറിയും. എന്നാൽ മാത്രമേ അവരുടെ പ്രവർത്തനത്തെ ഏറ്റുപിടിച്ചാൽ മാത്രമാണ് വൻകിട കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. രണ്ടാമത്തെ തരം ആധിപത്യം അധികാരത്തിന്റെ ബലത്തിൽ പ്രയോഗിക്കുന്നു. ആധിപത്യം ഒരു വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ആധിപത്യം പ്രയോഗിക്കപ്പെടുന്നവർ സ്വന്തം പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ആധിപത്യം പുലർത്തുന്നവരുടെ ആജ്ഞകളും അവകാശങ്ങളും സ്വീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. പവർ ആൻഡ് ഡോമിനേഷനെ കുറിച്ച് നോക്കാം. സ്ഥിരവും നിലനിൽക്കുന്നതുമായ ബന്ധങ്ങൾ ഉൾപ്പെടുന്ന അധികാര രൂപങ്ങളിൽ വെബർ പ്രത്യേക ശ്രദ്ധ ചെലുത്തി. അധികാരം ഈ രീതിയിൽ ഘടനാപരമാകുമ്പോൾ അദ്ദേഹം അത് ആധിപത്യമെന്ന് പറയുകയും ചെയ്തു. പ്രവർത്തനത്തിന്റെ സ്വാർത്ഥ താല്പര്യത്തിന്റെയും ആത്യന്തിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയും കണക്കുകൂട്ടലുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് ആചാരമായിട്ടും അവരുടെ ശീലങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രതിഫലിപ്പിക്കാത്ത പാറ്റേണുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. വെബർ 3 തരത്തിലുള്ള അധികാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അധികാരം പ്രയോഗിക്കുന്നവരുടെയും മാനദണ്ഡങ്ങൾ ഓർഡിനൻസുകളുടെയും നിയമ സാധുത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള യുക്തിസഹമായ നിയമ അധികാരത്തെക്കുറിച്ചും ഇദ്ദേഹം പറയുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ട് നികുതി പിരിവുകൾ, പോലീസുകാർ, ഓഫീസിലെ മേലധികാരികൾ എന്നിവർ പ്രയോഗിക്കുന്ന അധികാരത്തെയാണ് ഇവിടെ പറയുന്നത്. കാൾ മാക്സ് ക്ലാസ് ആൻഡ് പവറിനെ കുറിച്ച് ഇനി നമുക്ക് പറയാം.
വർഗസമര സങ്കല്പത്തിന് പേരുകേട്ട ആളാണ് മാക്സ്. മുതലാളിത്ത സമൂഹത്തിലെ അതായത് ഭരണവർഗം, തൊഴിലാളി വർഗം എന്നീ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. വർഗങ്ങളെ അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. തൊഴിലാളി വർഗം ബൂർഷ്വാസിയെ ഭരിക്കുകയും അനുസരണം കൽപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ബൂർഷ്വാസികൾ അധികാരത്തിന്റെ അടിസ്ഥാനം ഒരു വശത്ത് മൂലധനത്തിന്റെ മേലുള്ള നിയന്ത്രണവും സൈനിക ശക്തിയെയും ആശയങ്ങളുടെ ഉൽപാദനത്തിലും പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്നു. തൊഴിലാളി വർഗത്തെ രൂപീകരിക്കുന്ന കൂലി തൊഴിലാളികളുടെ ചെലവിൽ ഭരണവർഗം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തുവെന്നും പറയുന്നു. തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്ന അതായത് ബൂർഷ്വാസികൾക്ക് വേണ്ടി തൊഴിലാളികൾ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ അവർക്ക് കിട്ടുന്ന വേതനം അവരുടെ ഉപജീവനത്തിന് മാത്രമായി മാറുകയും ചെയ്യുന്നു. തൊഴിലാളികൾക്ക് കിട്ടുന്ന വേതനവും ചരക്കിന്റെ മൂല്യത്തിൽ നിന്ന് ലഭിക്കുന്ന വേതനവും ഭരണവർഗത്തിന് കൂടുതൽ ലാഭമാണ് ഉണ്ടാക്കിയത്. എന്താണ് തൊഴിലാളികളെ വെച്ച് മുതലാളിമാർ അവരുടെ ലാഭം അവർക്ക് വേണ്ട ലാഭങ്ങളെല്ലാം കൊയ്യുകയാണ് ചെയ്തത് എന്ന് പറയും. തൊഴിലാളി വർഗം തങ്ങളുടെ വേതനത്തിന് തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടി നിരന്തരം സമരങ്ങൾ നടത്തിയിരുന്നതായി പറയുന്നു. ആധുനിക വ്യവസായവും ഫാക്ടറി ഉൽപാദന സംവിധാനങ്ങൾ വർഗസമരത്തിന്റെ രാഷ്ട്രീയ സംഘടനയുടെ ഒരു യുഗത്തിന് തുടക്കമിട്ടു എന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പിന്നീട് വർഗബോധമുള്ള രാഷ്ട്രീയ സംഘടന ഉയർന്നു വരികയും ഒരു ദിവസം തൊഴിലാളി വർഗം അവർക്ക് അട്ടിമറിയാകുകയും ദീർഘകാല ആധിപത്യത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും മോചനം നേടുകയും ചെയ്യുമെന്ന് ആര് പറഞ്ഞു? മാക്സ് അഭിപ്രായപ്പെടുകയാണ് ഉണ്ടായത്. റോബർട്ട് മിക്കൽസിനെ കുറിച്ച് ദ എൽറോഡ്സ് ലോ ഓഫ് ഒലഗാക്കിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അധികാരത്തിനുള്ള ആസക്തി മനുഷ്യ സ്വഭാവത്തിൽ അന്തർലീനമാണെന്ന് മെക്കൽസ് വിശ്വസിച്ചു. അധികാരം നേടുന്നവർക്ക് അതിനെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ചരിത്രത്തിലെ ജനാധിപത്യ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഒരേ ആഴത്തിൽ തകർക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് സമ്മതിക്കുകയാണ് ചെയ്തത്. എന്നിരുന്നാലും അവ എപ്പോഴും അതിനെ എപ്പോഴും പുതുക്കിക്കൊണ്ട് വരികയാണ് അദ്ദേഹം ചെയ്തത്. ജനാധിപത്യപരമായി എല്ലായ്പ്പോഴും ഇരുമ്പ് നിയമത്തെ ലംഘിക്കുമെന്ന് മെക്കൽ വാദിക്കുകയാണ് ചെയ്തത്. ഒരു സംഘടനയിലെ ആളുകളുടെ വലിയ കൂട്ടായ്മയ്ക്ക് അവരുടെ പൊതു കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല ഒരിക്കലും. കാലക്രമേണ സ്പെഷ്യലൈസേഷൻ വികസനങ്ങൾ തൊഴിലാളി വിഭജനം വികസിക്കുകയും ചെയ്തു. സംഘടനകൾ കൂട്ടത്തിൽ വലുതായി മാറുകയാണ് പിന്നീട് ഉണ്ടായത്. രാഷ്ട്രീയ ജീവിതത്തിന്റെ മേഖലയിൽ ജനങ്ങളുടെ കഴിവില്ലായ്മയിൽ നിന്നാണ് നേതാക്കൾ അധികാരം നേടുന്നത് എന്നും പറയുന്നു. രാഷ്ട്രീയ ജീവിതത്തിൽ ആ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് കഴിവില്ലായ്മ എല്ലാം പരിമിതമായിരിക്കും. അവരുടെ കഴിവെല്ലാം പരിമിതമായിരിക്കും. അതിനെ മുതലെടുത്തുകൊണ്ടാണ് അധികാരികൾ അവരുടെ അധികാരം നേടുന്നത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ അവരുടെ കഴിവില്ലായ്മയെ മുതലെടുത്തുകൊണ്ടാണ് അധികാരങ്ങൾ അവർ കരസ്ഥമാക്കാൻ അവർക്ക് സാധിക്കുന്നത്. കഴിവില്ലാത്ത ജനവിഭാഗങ്ങൾ തങ്ങൾക്ക് വൈദഗ്ധ്യമുണ്ടെന്ന് ബോധ്യമുള്ള നേതാക്കളായി മാറുകയും അവർ ചെയ്തു. പ്രഭുവർഗ നേതൃത്വത്തിന്റെ സ്ഥിരതയും ദീർഘായുസ്സും സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. വ്യക്തികളുടെ മേൽ പ്രഭുക്കന്മാർ ഏർപ്പെടുത്തുന്ന പരിധികൾ കണ്ടെത്തുന്നത് ഉചിതമാണെന്ന് മൈക്കൽ വാദിക്കുകയാണ് ചെയ്തത്. വ്യക്തികളുടെ മേൽ വലിയ പ്രഭുക്കന്മാർ ഏർപ്പെടുത്തുന്ന പരിധികൾ അവരുടെ മേൽ അടിച്ചമേൽപ്പിക്കുന്ന പ്രശ്നങ്ങളെ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ജനങ്ങൾക്കിടയിൽ സ്വതന്ത്ര അന്വേഷണം, വിമർശനം, നേതാക്കളുടെ നിയന്ത്രണം എന്നിവയുടെ മനോഭാവം വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം ഊന്നൽ കൊടുത്തു എന്നും പറയും. സ്റ്റീഫൻ ലുക്സ് പവർ ആൻഡ് ഹ്യൂമൻ
ഏജൻസിയെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ അധികാരവും വ്യക്തിഗതമോ കൂട്ടായതോ ഉള്ള മനുഷ്യ ഏജന്റുമാരുടേതാണെന്ന് ലൂക്കസ് പറയപ്പെടുന്നു. മനുഷ്യ ഏജന്റുമാർ അവരുടെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അധികാരം പ്രയോഗിക്കുന്നയാൾക്ക് വ്യത്യസ്തമായി പ്രവർത്തിക്കാനുള്ള ഓപ്ഷൻ, അതായത് വ്യത്യസ്തമായി പ്രവർത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നു. ഘടനാപരമായി നിർണയിക്കപ്പെട്ട പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു നിശ്ചിത അളവിലുള്ള സ്വയം ഭരണാവകാശമുണ്ടെന്നും ഒരു പരിധിവരെ സ്വയം ഭരണത്തിലും വ്യത്യസ്തമായ രീതിയിലും പ്രവർത്തിക്കാൻ കഴിയുമെന്നും ലൂക്കറുടെ അധികാരം നിർദ്ദേശം ഇവിടെ പറയുന്നു. സാമൂഹ്യ ജീവിതത്തിൽ അധികാരത്തിന്റെയും ഘടനയുടെയും വൈരുദ്ധ്യാത്മകതയിലായി ശരിയായ മനസ്സിലാക്കുകയും ലൂക്കോസ് പറയുന്നത് പോലെ ഏജന്റുമാർക്ക് തന്നിരിക്കുന്ന പരിധിക്കുള്ളിൽ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ തന്ത്രങ്ങൾ അവർക്ക് പ്രയോഗിക്കാനുള്ളൊരു ഇടമായി മാറുകയും ചെയ്തു എന്ന് പറയുന്നു. ആന്റണി ഗിഡൻസ് പവർ ആസ് ഡിപ്പെൻഡൻസി ആൻഡ് ഡൊമിനേഷനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആന്റണി ഡിഗൻസിന്റെ ആശയവിനിമയത്തിന്റെ പശ്ചാത്തലത്തിൽ അധികാരത്തെക്കുറിച്ചുള്ള ആശയം ആധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു. വിശാലമായ അർത്ഥത്തിൽ അധികാരത്തെയും ഇടുങ്ങിയ അർത്ഥത്തിൽ ശക്തിയെയും വേർതിരിക്കുന്നു എന്ന് പറയുന്നു. വിശാലമായ അർത്ഥത്തിൽ മനുഷ്യ ഏജൻസിയുടെ പരിവർത്തന ശേഷിയായി അധികാരത്തെ വിശദീകരിക്കുന്നു. തുടങ്ങിയ അർത്ഥത്തിൽ അധികാരം എന്നത് മറ്റുള്ളവരുടെ ഏജൻസിയെ ആശ്രയിക്കുന്നതിനെയും ഒരു വ്യക്തിക്ക് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവിനെയും ആ കഴിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഗിഡൻസിന്റെ സ്വന്തം വാക്കുകളിൽ വിശാലമായ അല്ലെങ്കിൽ പരിമിതമായ അർത്ഥത്തിൽ അധികാരം കഴിവുകളാണെന്ന് അധികാരം എപ്പോഴും എന്താണ് ഒരു കഴിവുകളാണെന്ന് ഇദ്ദേഹം സൂചിപ്പിക്കുന്നു. അധികാരത്തിന്റെ പരിധികൾ അവഗണിക്കാൻ കഴിയില്ലെങ്കിലും അധികാരം പലപ്പോഴും സ്വാതന്ത്ര്യമോ വിമോചനമോ നേടുന്നതിനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇനി മിഷൽ ഫൂക്കോ പവർ ആസ് ഡൊമിനേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആശയപരവും രീതിശാസ്ത്രപരവുമായ രാഷ്ട്രീയവുമായ പദങ്ങളിൽ മൈക്കൽ ഫൂക്കോ ആധിപത്യവുമായി കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. ആധിപത്യത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ആധുനികവും ക്ലാസിക്കൽ ശക്തിയും തമ്മിലുള്ള സംഭവത്തെ അദ്ദേഹം തരംതിരിക്കുകയും ചെയ്തു. ആധുനിക ആധിപത്യ രൂപമായ അച്ചടക്ക അധികാരം ആധുനിക പൂർവ്വ ആധിപത്യമായ പരമാധികാരവുമായി തികച്ചും വ്യത്യസ്തമായി കാണപ്പെട്ടു എന്ന് പറയുന്നു. ഫൂക്കോയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആധുനിക അധികാര രൂപം ദൈനംദിന ജീവിതത്തിലേക്ക് ബാധകമാണ് എന്നും ഇവിടെ വ്യക്തമാക്കുന്നു. സ്വന്തം വ്യക്തിയുമായി അവയെ എങ്ങനെയാണ് സ്വന്തം വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ എങ്ങനെയാണ് ഇതിൽ ബന്ധിപ്പിക്കുക എന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു വ്യക്തി തിരിച്ചറിയേണ്ടതും മറ്റുള്ളവർ തിരിച്ചറിയേണ്ടതുമായ ഒരു സത്യ നിയമം അവനിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി അറിയേണ്ടതും അതുപോലെ തന്നെ അവനുമായി ചുറ്റുമുള്ള വ്യക്തികളും അറിയേണ്ടതുമായുള്ള കാര്യങ്ങളെ എന്താണ് അടിച്ചേൽപ്പിച്ചിട്ടാണ് ആ വ്യക്തിയെ മനസ്സിലാക്കിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിന്റെ നിയമം എപ്പോഴും ആധുനിക അധികാര രൂപം ആധിപത്യം ശ്രേണി നിയന്ത്രണം എന്നിവയുടെ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു.